ബർത്ത്ഡേയോടനുബന്ധിച്ച് എല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുന്നു. ആരോഗ്യ സൗഭാഗ്യങ്ങളോടെ ഇനിയും മുന്നോട്ട് പോകുവാൻ ഇതുപോലെയുള്ള സന്തോഷം നിറഞ്ഞ് എല്ലാ രംഗത്തും മതിയായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സാഹിത്യത്തിലും സംസ്കാരത്തിലും കലയിലും എഴുത്തിലും അഭിനയത്തിലും നാടകത്തിലും സിനിമയിലും ഒക്കെ. ഒപ്പം കൃഷിയുടെ രംഗം ഇവിടെ വരുമ്പോഴാണ് ജസിന്റെ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് ജസിന്റെ ഈ ഗൃഹത്തിൽ, ഈ ചുറ്റുപാടിൽ, ഈ അന്തരീക്ഷത്തിൽ എത്തിച്ചേരുമ്പോഴാണ്. അതാണ് ജസിന്റെ മോറിസ്. ആ ചിരി പൂവിങ്ങനെ വിടർന്നു വരുന്നത് പോലെയുള്ള ആ ഒരു ചിരി, പട്ടിച്ചിരി ഇല്ലേ, എല്ലാവർക്കും ഭയങ്കര ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അതാണ് ആ മനസ്സ്. എത്രത്തോളം ഉയർന്നെത്തുമോ അത്രത്തോളം എല്ലാവരെയും തന്നോടൊപ്പം ചേർത്ത് നിൽക്കുവാനുള്ള ആ ഒരു മനസ്സിന് എത്രയും സ്നേഹത്തോടുകൂടി നമിക്കുന്നു. ആരോഗ്യ സൗഭാഗ്യങ്ങളോട് ഈശ്വരൻ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ഇനിയും അടുത്ത ബർത്ത്ഡേയും അടുത്ത ബർത്ത്ഡേയും ഒക്കെ കടന്നു അങ്ങനെ 100 വയസ്സ് അങ്ങനെ മുന്നോട്ട് പോകട്ടെ. ഈശ്വരൻ നമ്മളുടെ എല്ലാ ആരോഗ്യവും സൗന്ദര്യവും കരുത്തും. ശരിക്കും പറഞ്ഞാല് എത്ര വയസ്സെന്ന് പറഞ്ഞത് 60 തിരിച്ചിട്ടാൽ മതി അല്ലേ? 26 ആ ഒരു ചുറുചുറുക്ക് സൊസൈറ്റിയിൽ 26 വയസ്സിലെ ചുറുചുറുക്കോടെ അങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ ഒരു 2 കവിതാ ജസിലേക്ക് കൊടുത്തതാണ്. മഴനിലാവെന്നുള്ള കവിതാ സമാഹാരത്തിലെ കുറച്ച് വരികൾ ജസിന്റെ തന്നെ ആ വിജയ മനസ്സിനെ പ്രകീർത്തിച്ചുകൊണ്ട്. പുലരിക്കായി പുതുവേളകൾ പൂകാനായി പൂവാനത്തിങ്കളായി ഉയർന്നു നിൽക്കേ. പുലരിക്കായി പുതുവേളകൾ പൂകാനായി നീന്നും പൂവാനത്തിങ്കളായി ഉയർന്നു നിൽക്കേ. ഒരു തിരി നീട്ടുവാൻ ഒരു വർണ്ണക്കണികയായി പൊന്മനമേ നീ എന്നും കൊതിച്ചുയരും. കനലുകളെരിയുന്ന ജീവിത പന്തലിൽ അതികൂടമെന്തോ ഇരുളും കൈവഴി മാറി വെണ്ണ തുടിക്കുവാൻ ഒരു വർണ്ണപ്പൊട്ടുമായി വളരുക. ഇരുളുകൾ വഴിമാറി വെണ്ണ തുടിക്കുവാൻ ഒരു വർണ്ണപ്പൊട്ടുമായി വളരുക. ഇരുതിൻ പഠിച്ചാൽ നട്ട നക്ഷത്രങ്ങൾ ഉജ്ജ്വല തേജസായി മുന്നിൽ നിൽപ്പൂ. വഴിയെ നിനക്കേതും തിരിയുന്ന മന്ത്രമായി ഉള്ളിലെ കാന്തിയിൽ നിന്നു തുടിപ്പൂ. ഉള്ളിലെ കാന്തിയിൽ നിന്നു തുടിപ്പൂ. ഈ കവിത നമ്മുടെ പ്രിയപ്പെട്ട ജസിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഈ സന്തോഷത്തിൽ പങ്കുചേർന്ന എല്ലാവരോടും എന്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.